മണി ഓർഡർ പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കാൻ പോസ്റ്റൽ ഭേദഗതിയിൽ ഇളവ് വരുത്തണം. കെ.സി. വേണുഗോപാൽ എം.പി. മണി ഓർഡർ പെൻഷൻ വിതരണം തടസ്സപ്പെടാനിടയാക്കിയ സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് അവ പുനഃസ്ഥാപിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലുമായി കെ.സി. വേണുഗോപാൽ എം.പി. ഫോണിലൂടെ ആശയവിനിമയം നടത്തി. പോസ്റ്റൽ വകുപ്പ് 2019 കൊണ്ടുവന്ന ഭേദഗതി അടിയന്തരമായി നടപ്പിലാക്കിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഈ ഭേദഗതി നടപ്പിലാക്കുന്നതിൽ ഇളവ് വരുത്തുന്നതിനും മണി ഓർഡർ പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. യുഎസിൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വീണ് ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ചു. യുഎസിൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വീണ് ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. തെലങ്കാന സ്വദേശിയായ സായി സൂര്യ അവിനാഷാണ് മരിച്ചത്. അവധിക്കാലം ആഘോഷിക്കാനെത്തിയ സായി അൽബാനിക്ക് സമീപമുള്ള ബാർബേവില്ലെ വെള്ളച്ചാട്ടത്തിൽ വീഴുകയായിരുന്നു. ട്രെൻഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ് സായി സൂര്യ. സഹോദരിയുടെ കുടുംബത്തിനോടൊപ്പം വെള്ളച്ചാട്ടം കാണാൻ പോയതായിരുന്നു വിദ്യാർത്ഥി. ഇതിനിടെയാണ് അപകടം സംഭവിച്ചത്. ന്യൂയോർക്കിലെ ഇന്ത്യൻ എംബസി മൃതദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും അറിയിച്ചു. സായിക്കൊപ്പം മറ്റൊരു വിദ്യാർത്ഥി കൂടി അപകടത്തിൽപ്പെട്ടിരുന്നു. അവിടെ സന്ദർശനത്തിനെത്തിയ ഒരാൾ ആ വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി. അപ്പോഴേക്കും സായി വെള്ളത്തിൽ മുങ്ങി താഴ്ന്നിരുന്നു. തുടർന്ന് മുങ്ങൽ വിദഗ്ധർ എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ടൂ വീലർ സ്പെയർ പാർട്സ് ഗോഡൌണിന് തീപിടിച്ചു. ഒരാൾക്ക് ദാരുണാന്ത്യം. മുളങ്ങുന്നത്തുകാവ് കോഴിക്കുന്നിൽ ടൂ വീലർ സ്പെയർ പാർട്സ് ഗോഡൌണിന് തീപിടിച്ചു. തൊഴിലാളി മരിച്ചു. വൈകിട്ട് 8 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. വടക്കഞ്ചേരിയിൽ നിന്നും 4 അഗ്നിശമന യൂണിറ്റുകൾ സ്ഥലത്തെത്തി. തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. കോഴിക്കുന്ന് സ്വദേശികളായ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോനിറ്റി എന്ന സ്ഥാപനമാണ് കത്തിനശിച്ചത്. വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായാണ് വിലയിരുത്തൽ. വൻതോതിൽ തീ ഉയർന്നതോടെ നാട്ടുകാരാണ് സംഭവം ആദ്യം കണ്ടത്. ന്യൂനമർദ്ദപാത്തി 5 ദിവസം സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതിനാൽ 5 ദിവസത്തേക്ക് കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കാണ് സാധ്യത. 9, 12, 13 തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ വടക്കൻ കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബുധനാഴ്ച രാത്രി വരെ കേരള, തമിഴ്നാട് തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ജയരാജൻ മുന്നണിയെ വഞ്ചിച്ചു. വിമർശനവുമായി CPI. തൃശൂർ മേയറെ മാറ്റണമെന്നും ആവശ്യം. EP ജയരാജൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും ജയരാജിന്റേത് മുന്നണിയെ വഞ്ചിക്കുന്ന പ്രവർത്തനമാണെന്നും CPI സംസ്ഥാന കൗൺസിൽ വിമർശനം. EP-യുടെ BJP ബന്ധം വിവാദം അത്ര നിഷ്കളങ്കമല്ലെന്നും യോഗത്തിൽ വിമർശനമുണ്ടായി. EP-യെ മാറ്റാൻ സമ്മർദ്ദം ചെലുത്താത്തത് CPI നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും പ്രതിനിധികൾ യോഗത്തിൽ കുറ്റപ്പെടുത്തി. നവകേരള സദസ്സ് പരാജയമെന്നും യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. LDF ജാഥ നടത്തിയിരുന്നെങ്കിൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യുമായിരുന്നു. സർക്കാരിന് കൂട്ടുത്തരവാദിത്തമില്ലെന്നും വിമർശനമുണ്ടായി. കൂടാതെ തൃശൂർ മേയറെ മാറ്റാൻ പാർട്ടി നേതൃത്വം CPM-ന് കത്ത് നൽകണമെന്ന് തൃശൂർ ജില്ലാ നേതൃത്വം സംസ്ഥാന കൗൺസിലിനോട് ആവശ്യപ്പെട്ടു.